ഒരു കുഞ്ഞു ഫുഡ് വ്ളോഗ് ആയാലോ? സോ വെൽക്കം യു ഓൾ ടു അർജു വ്ളോഗ്സ്. ഇന്ന് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു കൊറിയൻ ക്യുസീൻ ട്രൈ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നതൊന്നുമല്ല. ഇവിടെ എൻ്റെ ചേട്ടൻ്റെ വീടിനടുത്ത് വൈകുന്നേരങ്ങളിൽ ഓണാവുന്ന ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ടെന്ന് കേട്ടു. എന്നാൽ പിന്നെ അതൊന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് വന്നപ്പോഴാണ് കൊറിയൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള എം കണ്ടത്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റ് ഫീൽഡിനടുത്ത് സീഗെ ഹള്ളിയിലാണ്. ഒരുപാട് ഫുഡ് ബ്ലോഗ്സിൽ കണ്ടിട്ടുള്ള ഒരു ഐറ്റമാണ് കിംബാപ്പും കിംചി ഫ്രൈഡ് റൈസും റാമനൊക്കെ. പക്ഷേ ഇതൊന്നും ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇവിടെ കൊറിയൻ BTSലെ ആൾക്കാരുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ഒരേപോലെ തന്നെ ഉണ്ട്. ഇവരുടെ പേരൊന്നും എനിക്കറിയില്ല. BTS ഫാൻസ് എന്നോടൊന്ന് ക്ഷമിക്കണം. ഇന്നത്തെ ഫുഡ് അടിയിൽ എൻ്റെ പാർട്ട്ണർ അനീഷേട്ടനാണ്. ഇന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അത്യാവശ്യം നല്ല പണിത്തിരക്കുകളുള്ള ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് ഒന്ന് ഫുഡ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുക. 2024 ജാനുവരിയിൽ മൈസൂർ പാലസൊക്കെ കണ്ടിട്ട് ഞാൻ കുശാൽ നഗറിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ടിബറ്റൻ ടെമ്പിളിന് മുന്നിൽ ഒരുവിധപ്പെട്ട എല്ലാ കടകളിലും കൊറിയൻ ഡംപ്ലിങ് ബോർഡ് ഞാൻ കണ്ടായിരുന്നു. പക്ഷേ എവിടെ അത് അവൈലബിൾ ആയിരുന്നില്ല. പിന്നീട് അത് മനസ്സിലായത് ഒരു മൊമോസ് പോലത്തെ ഒരു ഡിഷാണെന്ന്. കോൺ ഡോഗും റാമനുമാണ് നമ്മുടെ ഡിന്നർ. റാമൻ്റെ ഉള്ളിൽ ഫ്രൈഡ് എഗ്ഗ്, പിന്നെ സൂപ്പ്, പിന്നെ ചിക്കൻ, അതുപോലെ തന്നെ നൂഡിൽസ്, കോണൊക്കെ ഉണ്ട്. അങ്ങനെ മസാല ദോശയും നെയ്റോസ്റ്റൊക്കെ വ്ളോഗ് ചെയ്ത് നടന്നിരുന്ന ഞാൻ ആദ്യമായി ഒരു കൊറിയൻ ക്യുസീൻ ട്രൈ ചെയ്യുന്നു. എല്ലാം നിങ്ങൾ തരുന്ന പ്രോത്സാഹനം കൊണ്ട് മാത്രം. ആദ്യം നമുക്ക് റാമൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വെൽ, ഇറ്റ്സ് എ ഗുഡ് വൺ, ടേസ്റ്റി. ഞാനും അനീഷേട്ടനും ഇതിനു മുന്നേ ബാംഗ്ലൂർ MG റോഡിലെ ചില ഫുഡ് ഔട്ട്ലെറ്റ്സിൽ വ്ളോഗ് ചെയ്തപ്പോൾ ആ വ്ളോഗിന് കീഴിൽ കുറച്ച് കമൻസ് വന്നു, അനീഷേട്ടനെ കാണാൻ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ പോലെ ഉണ്ടെന്ന്. ആ കമൻറ്റ് കണ്ടതിന് ശേഷം പുള്ളിയുടെ ഫോട്ടോ നോക്കുമ്പോൾ എനിക്കും എവിടേക്കോ ഒരു ചെറിയ ഫേസ് കട്ട് തോന്നി. ഈ ഫ്രൈഡ് എഗ്ഗിന് പകരം ബോയിൽഡ് എഗ്ഗ് വേണമെങ്കിൽ ആ ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്തായാലും നമ്മൾ നൂഡിൽസൊക്കെ കഴിച്ച് ഇഷ്ടപ്പെടുന്ന സ്ഥിതിക്ക് റാമനും ഇഷ്ടപ്പെടും. അതിൻ്റെ ഉള്ളിൽ നൂഡിൽസും ഉണ്ടേ. അതോടൊപ്പം തന്നെ നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ ചെറിയ ചെറിയ പീസസ് ആയിട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ ഇറ്റ്സ് എ ഗുഡ് കോംബോ. ഒരു പെർഫെക്റ്റ് മീലിനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വേറെ കഴിക്കാനുള്ള സ്പേസ് വയറിലുണ്ടാവും. പിന്നെ അത്യാവശ്യം നോയ്സിയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ സൗണ്ടൊക്കെ വോയിസ് ഓവറിൽ ആഡ് ചെയ്യുന്നത്. കുറച്ച് രാമൻ്റെ വെള്ളം മാത്രം ബാക്കിയുണ്ട്. അപ്പോൾ അത് വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങോട്ട് മോന്തി. അപ്പം നിങ്ങളുടെ കൊറിയൻ ഫുഡ് എക്സ്പീരിയൻസ് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. റാമൻ കഴിഞ്ഞതോടുകൂടി ഞങ്ങളുടെ രണ്ടുപേരുടെയും ടാർഗറ്റ് ഈ ഒരു കോൺഡോഗിൻ്റെ പുറത്താണ്. ചേട്ടൻ ആദ്യം എടുക്ക് എന്ന് ഞാനും, അല്ല നീ തുടങ്ങിക്കോ എന്ന് ചേട്ടനും പറഞ്ഞു. ഉടനെ തന്നെ ആ കോൺഡോഗിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്ന ലക്ഷണമുണ്ട്. ഞാൻ അതിൽ നിന്നൊരു ചെറിയ പീസ് പൊട്ടിച്ചെടുത്ത് ആ സോസും കൂട്ടി ചോറുണ്ടെന്ന പോലെ കഴിച്ചു. അത് കണ്ട് ചേട്ടൻ എന്നെ കളിയാക്കി. നമ്മളൊരു കൊറിയൻ ഫുഡ് ട്രൈ ചെയ്തു. റാമനും പിന്നെ എന്താണ് കോൺഡോഗ്. സോ റാമൻ ഫസ്റ്റ് ടൈം ഞാൻ കഴിക്കുന്നത്. അനീഷേട്ടൻ ഇവിടെ ഫസ്റ്റ് ടൈം. ഓക്കെ. ഉണ്ടായിരുന്നില്ല. അവിടുത്തെ റേറ്റും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. ചെറിയൊരു സ്ഥലമാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, രണ്ടും. അങ്ങനെ കൊറിയൻ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓരോ മൊമോസും കൂടി ആവാമെന്ന് വിചാരിച്ച് ആ ഫുഡ് സ്ട്രീറ്റിൽ തന്നെയുള്ള ഡംപ്ലിംഗ് ഡിലൈറ്റ്സിൽ വന്നേക്കുവാണ്. ഹൗസ് ഓഫ് ഡാർജിലിംഗ് ഹോട്ട് മൊമോസ്. ചിക്കൻ മൊമോസിൻ്റെ ഓപ്ഷൻസൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു തന്തൂരി പനീർ മൊമോസാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു ചെറിയ ഷോപ്പായതുകൊണ്ട് തന്നെ കുക്കിങ്ങൊക്കെ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെയാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നിന്നു. അപ്പോഴേക്കും നമ്മുടെ പ്ലേറ്റ് കിട്ടി. 8 പീസുകളോട് കൂടിയ ഒരു കോംബോ ആണിത്. ഇതിൻ്റെ കൂടെ തന്നെ 3 തരത്തിലുള്ള ഡിപ്പും ഉണ്ട്. വൈറ്റ്, ഗ്രീൻ ആൻഡ് റെഡ് കളറിൽ. കഴിച്ച് നോക്കാം. സത്യസന്ധമായി പറയുവാണെങ്കിൽ എനിക്ക് ഈ മൊമോസ് അത്ര ഇഷ്ടപ്പെട്ടില്ല. ആ തന്തൂരി ഫ്ലേവറൊക്കെ കുറച്ച് ഓവറായിട്ട് തോന്നി. അതുകൊണ്ടായിരിക്കാം എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ അനീഷേട്ടന് ഇഷ്ടപ്പെട്ടു. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ ടേസ്റ്റ് ഫാക്ടർ. സോ ഞാൻ ആ ഡിപ്പുകളിൽ, ആ ഗ്രീൻ ഡിപ്പിലും അതുപോലെ ആ റെഡ് ഡിപ്പിലും ചേർത്തൊന്ന് കഴിച്ച് നോക്കാം. ചിലപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടാലോ.
ഡിപ്പുകളിൽ ചേർത്തപ്പോഴും വലിയ വ്യത്യാസമൊന്നുമില്ല, ഒരു ഓക്കെ ഫീലാണ്. എനിവേ ഫൈൻ. അങ്ങനെ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ വയറിലധികം സ്ഥലമൊന്നുമില്ല, പക്ഷേ ഒരു നാരങ്ങ വെള്ളത്തിനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. 2018 ഞാൻ സിഗേഹള്ളി ആദ്യമായി വന്നപ്പോൾ അനീഷേട്ടൻ എന്നെ കൊണ്ടുവന്ന ഒരു ബേക്കറിയാണിത്, മയൂര ബേക്കറി. കോഴിക്കോടോ കണ്ണൂരോ ഉള്ള ചേട്ടന്മാർ നടത്തുന്ന ബേക്കറിയാണ്. അതല്ലെങ്കിലും ബാംഗ്ലൂർ ഒരുപാട് മലയാളി ബേക്കറീസ് ഉണ്ടല്ലോ. അങ്ങനെ ഈ ലൈവ് കുടിച്ച് ഞാൻ ഈ കുഞ്ഞു വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം.